ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മാർച്ച് 9. ക്രിസ്തുവിനായുള്ള തീഷ്ണത പങ്കുവയ്ക്കുക. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സ്നേഹിപ്പീൻ. അപ്പോസ്തോലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം. ഞങ്ങളുടെ അയൽക്കാരൻ ഹെൻറിയെ ആദ്യം കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ബാഗിൽ നിന്നും തൻ്റെ ഉപയോഗിച്ചു പഴകിയ ബൈബിൾ പുറത്തെടുത്തു. ബൈബിൾ സംബന്ധിച്ച് ചർച്ച ചെയ്താലോ എന്ന് തിളങ്ങുന്ന കണ്ണുകളോടെ അദ്ദേഹം ചോദിച്ചു. ഞങ്ങൾ സമ്മതിച്ചപ്പോൾ അദ്ദേഹം അടയാളപ്പെടുത്തിയ കുറേ വാക്യങ്ങൾ ഞങ്ങളെ കാണിച്ചു. ബൈബിൾ പഠനത്തിൻ്റെ ഭാഗമായി കുറച്ചു നോട്ടുകൾ കാണിച്ചു. ബൈബിൾ വിഷയങ്ങൾ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തൻ്റെ ബുദ്ധിമുട്ട് നിറഞ്ഞ കുടുംബ പശ്ചാത്തലവും വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് യേശുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളെ വിശ്വസിച്ച് മാറി നിന്നതിൻ്റെ പ്രയാസങ്ങളും അയാൾ വിവരിച്ചു. ബൈബിളിൻ്റെ അനുശാസനങ്ങൾ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതം രൂപാന്തരപ്പെടാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ് ഹെൻറി തൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിച്ചതെങ്കിലും ആ തീഷ്ണത ഇന്നും പുതിയതും ശക്തവുമായി തുടരുന്നു. വർഷങ്ങളോളം യേശുവിനോടൊപ്പം നടന്ന ഹെൻറിയുടെ ആത്മീക തീഷ്ണത എൻ്റെ ആത്മീക അഭിനിവേശം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചിന്തിക്കാൻ എന്നെ പ്രചോദിപ്പിച്ചു. അപ്പോസ്തോലനായ പൗലോസ് എഴുതി, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ഇത് അപ്രായോഗികമായ ഒരു ആഹ്വാനമായി തോന്നാം. എന്നാൽ എൻ്റെ ഭാവങ്ങളെ രൂപാന്തരപ്പെടുത്താൻ തിരുവെഴുത്തിനെ അനുവദിച്ചുകൊണ്ട് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത നന്മകളെ നിരന്തരം നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ജീവിച്ചാൽ ഇത് സാധിക്കുന്ന കാര്യമാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന വൈകാരിക ഉയർച്ച താഴ്ചകൾ പോലെയല്ല ക്രിസ്തുവിനായുള്ള തീഷ്ണത. ക്രിസ്തുവിനോടുള്ള നിരന്തരമായ ബന്ധത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. ക്രിസ്തുവിനെ നാം അറിയുന്തോറും ക്രിസ്തു വിലയേറിയവനായി മാറുകയും ക്രിസ്തുവിൻ്റെ നന്മകൾ നമ്മിൽ നിറഞ്ഞ് കവിഞ്ഞ് ലോകത്തിലേക്ക് തുളുമ്പുകയും ചെയ്യും. ചിന്തിക്കുക, നിങ്ങൾ യേശുവിന് വേണ്ടി ആവേശഭരിതനാണെന്ന് കാണുമ്പോൾ കർത്താവിന് എന്തായിരിക്കും തോന്നുക? കൃതജ്ഞതയും തീഷ്ണതയും തമ്മിലുള്ള ബന്ധം എന്താണ്? ദൈവത്തിന് മഹത്വം.